സത്യം പറ, തുടക്കത്തിൽ ആവേശം ഇപ്പോഴും ഉണ്ടോ? നമ്മൾ റമദാനിൻ്റെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു ആവേശം, നമ്മൾ നിസ്കരിക്കുമ്പോഴാണെങ്കിലും ശരി, ഖുർആൻ ഓതുമ്പോഴാണെങ്കിലും ശരി, മറ്റ് ഇബാദത്തുകളിൽ മുഴുകുന്ന സമയത്താണെങ്കിലും ശരി, നമുക്ക് റമദാനിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടോ? എങ്കിൽ സൂക്ഷിച്ചോളൂ, നമ്മളെ റമദാൻ പാഴായി പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതെന്ന് പറയുന്നത്. എങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ മറികടക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, റമദാൻ എന്ന് പറയുന്നത് ഒരു സ്പ്രിൻ്റ് അല്ല, ഒരു മാരത്തൺ ആണ്. അതൊരു 30 ദിവസത്തെ ഒരു ലോങ് റണ്ണാണ്. അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒരുപാട് ഖുർആൻ ഓതി കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഒരുപാട് നിസ്കരിച്ച് കഴിഞ്ഞാലേ നമുക്ക് റമദാനിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് അത് ചെറുതാണെങ്കിലും ശരി പതിവായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതിലാണ്. അതുകൊണ്ട് തളർച്ച തോന്നുന്ന സമയത്ത് നമ്മളെ ഇബാദത്തിനെ പരിപൂർണമായിട്ട് അങ്ങ് ഒഴിവാക്കാതെ കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് 100 പേജ് ഖുർആൻ ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും മനസ്സറിഞ്ഞ് മനോഹരമായിട്ട് ഓതുക. അല്ലെങ്കിൽ നമുക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റക്അത്ത് തഹജ്ജുദെങ്കിലും മനോഹരമായിട്ട് നിസ്കരിക്കുക. ഓർക്കുക, നമ്മൾ റമദാൻ ഓൾമോസ്റ്റ് പകുതി ദൂരം ഓടിക്കഴിഞ്ഞ്, ഇനി കുറച്ച് ദിവസം കൂടെ നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ബാക്കിയുള്ളൂ. ഇപ്പം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ നിയ്യത്തൊന്ന് പുതുക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഖുർആൻ ഓതുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും ശരി, അള്ളാഹുവേ ഞാൻ ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗം നന്നായി കഴിഞ്ഞാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ്.